ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇലയുടെയാണ് കേട്ടോ. ഈ ഇലയടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ഗുണമുള്ള ഒരു ചെടിയുടെ ഇലയിലാണ് ഇന്ന് ഞാൻ അട ഉണ്ടാക്കുന്നത്. നമ്മൾ നിത്യ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ ഇലയിലാണ് കേട്ടോ ഞാൻ അട ഉണ്ടാക്കുന്നത്. മഞ്ഞളിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. ഇത് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അവരതിനെ പട്ടോളി എന്നാ പറയണത്. നമ്മുടെ നാട്ടിലത് മഞ്ഞൾ ഇലയപ്പായി എന്ന് മാത്രം. ഇനി മഞ്ഞളിലയപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര പാനി ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കയും ജീരകവും പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ അടയ്ക്കുണ്ടാക്കുന്ന കൂട്ട് തന്നെയാട്ടോ. നമ്മൾ ചിലപ്പോൾ അവിലോ പഴമൊക്കെ ചേർക്കാറുണ്ടല്ലോ. ഞാനിവിടെ ഇപ്പോൾ അവിലാണ് ചേർത്തിട്ടുള്ളത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അവിൽ ചേർക്കുമ്പോൾ ഈ അടയ്ക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അവിൽ ചേർത്തത്. അടയിലേക്കുള്ള ഫില്ലിങ് ശരിയായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത മഞ്ഞളിലയിലേക്ക് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുത്തത് കുറേശ്ശെ പരത്തി കൊടുക്കാം. മഞ്ഞളിലയുടെ തുമ്പും വാലൊന്നും ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ മുഴുവനത്തോടെ അങ്ങ് പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് മടക്കി വയ്ക്കുക ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇലയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ പരീക്ഷിച്ച് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി ഐറ്റം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടയെല്ലാം പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് സ്റ്റൗവിൽ വെച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ഇലയുടെയൊക്കെ നിരത്തി വെച്ച് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഈ അട ആവിയിൽ വെന്ത് വരുമ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ മഞ്ഞളിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ. വീട്ടിൽ മഞ്ഞളില്ലാത്തൊരു മഞ്ഞളിൻ്റെ ഇല കിട്ടുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണേ. അപ്പോൾ കൂട്ടുകാരെ, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞളിലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലയുടെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരയ്ക്ക് ടാറ്റാ, ബൈ ബൈ.